ധനുഷ് കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച സിനിമയാണ് റായൻ. ഈ സിനിമയിൽ ധനുഷിൻ്റെ രണ്ട് സഹോദരന്മാരും ഒരു തങ്കച്ചിയും കൂടിയാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവരൊക്കെ പേര്, ധനുഷിൻ്റെ പേര് കാത്തവ രായൻ, സുദീപ് കിഷൻ്റെ പേര് മുത്തുവേൽ റായൻ, അതുപോലെ കാളിദാസ് ജയറാമിൻ്റെ പേര് മാണിക്കവേൽ റായൻ, അതേപോലെ തുഷാര വിജയൻ്റെ പേര് അതാണ് തങ്കച്ചിയായിട്ട്, അതിൻ്റെ പേര് ദുർഗ. അങ്ങനെയാണ് ഒരു 3 സഹോദരന്മാരും ഒരു തങ്കച്ചിയായിട്ട് ആണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാട് അടക്കി വാഴുന്ന 2 വലിയ ക്രിമിനലുകൾ, ഗാങ്സുകൾ, അവരെ മൊത്തം തൂത്തെറിയാൻ ഒരു ക്രിമിനലായ ഒരു പോലീസുകാരൻ വരുന്നു. അതിനിടയിൽ നമ്മളുടെ നായകനും ഫാമിലിയും. അങ്ങനെയാണ് കഥ പോണത്. ധനുഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ധനുഷ് ഒരു സംവിധായകനായിട്ടും ഒരു റൈറ്ററായിട്ടും അതുപോലെ തന്നെ ഒരു നായകനായിട്ടും കഴിവ് തെളിയിച്ച സിനിമയാണ് ഈ സിനിമ. പിന്നെ ധനുഷിൻ്റെ അഭിനയത്തിനെ പറ്റി പറയാനൊന്നുമില്ല. ധനുഷ് മാസമായിട്ട് 6 അടിക്കണ സിനിമയിൽ. കാരണം അത്രയും അടിപൊളിയായിട്ട് ധനുഷ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് സിനിമയിൽ. അത്രയും നന്നായിട്ട് തന്നെ ധനുഷിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പിന്നെ സിനിമേൻ്റെ തുടക്കം വളരെ സൂപ്പറാണ്, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. ധനുഷിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ച പയ്യൻ അടിപൊളിയായിട്ടുണ്ട്. ചെറുപ്പകാലം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രാമം ആയിട്ടാണ് തുടങ്ങുന്നത്. സിനിമയിൽ അണ്ണനും സഹോദരങ്ങളും തമ്മിലുള്ള, തങ്കച്ചും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയൊക്കെ വളരെ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിൽ സുദീപ് കിഷൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും നല്ല അടിപൊളിയായിട്ട്. സുദീപ് കിഷൻ വളരെ നല്ല ലുക്കും നല്ല മാസമായിട്ട് നല്ല രസത്തിൽ, എന്ന് വെച്ചാൽ ധനുഷിൻ്റെ തൊട്ട അനിയനായിട്ട് വരുന്നത് സുദീപ് കിഷനാണ്. അതിൻ്റെ താഴെയാണ് കാളിദാസ് ജയറാം വരുന്നത്, അതിൻ്റെ താഴെ തങ്കച്ചിയും, അങ്ങനെയാണ് വരുന്നത്. ആ സുദീപ് കിഷൻ്റെ റോള്, സുദീപ് കിഷൻ നല്ല സ്റ്റൈല് മാസമുണ്ട്. സിനിമയിൽ എസ്.ജെ. സൂര്യ ഉണ്ട്. എസ്.ജെ. സൂര്യ അടിപൊളിയായിട്ട് അഭിനയിച്ചത്, നല്ല രസമുണ്ട്. നല്ല രസത്തിൽ തന്നെ വളരെ നന്നായിട്ട് തന്നെ എസ്.ജെ. സൂര്യ അഭിനയിച്ചിട്ടുണ്ട്. കാളിദാസ് ജയറാം പോരാ, എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം, വലിയ പോരാ, ഒരു ആവറേജേ ഉള്ളൂ. പിന്നെ സിനിമയിൽ അപർണ ബാലമുരളി തടിച്ചിട്ട് പ്രായമുള്ളൊരു സ്ത്രീനെ പോലുണ്ട്. ഒരു തള്ളയെ പോലെയാണ് അപർണ ബാലമുരളിയുടെ കോലം. ഒരു എക്സ്പ്രഷനും ഇല്ല, ഒരു രസവും ഇല്ല. വേറെ വല്ല നടിനെയും വെക്കായിരുന്നു. എന്തിനാണ് മലയാളത്തിൽ നിന്നൊരു നടി എന്നുള്ളതിൽ വെച്ചതാണെന്ന് തോന്നുന്നു. അതിനെക്കാട്ടി നല്ലത് കാളിദാസ് ജയറാമായിരുന്നു. നേരത്തെ പാട്ടുകളൊക്കെ കുഴപ്പമില്ല, രസമുണ്ട് കേൾക്കാൻ. പിന്നെ അതുപോലെ സിനിമയിൽ ഫുള്ള് മഴയാണ്. പിന്നെ സിനിമയിൽ ഫുള്ള് കൊലപാതകയും മഴയോട് മഴയാണ്. പിന്നെ ആ ഒരു ഇതൊക്കെ നല്ല രസമുണ്ട്. ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ മേക്കിങ്ങും പിന്നെ അതേമാതിരി VFXും ആ അടിയൊക്കെ രസമുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷം, ഒരു ഭയങ്കര ഒരു സ്ലോ ബേസിലാണ് സിനിമ പോണത്. പിന്നെ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ചില ആൾക്കാർ റിവ്യൂ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു സിനിമ കാണുന്നതിന് മുന്നേ. ഈ കില്ല് എന്ന സിനിമേനെക്കാട്ടിയും സൂപ്പറാണെന്നാണ്. പക്ഷേ എനിക്ക് കില്ലിൻ്റെ 7 അയലത്തേക്ക് ഈ സിനിമ എനിക്ക് തോന്നിയില്ല. കാരണം സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു, വലിച്ചു നീട്ടുണ്ടായിരുന്നു. സിനിമ കഴിയണില്ല, ഞാൻ സിനിമ കഴിയാത്തത് ഭയങ്കര ലാഗിങ് ആയിരുന്നു. സിനിമേൻ്റെ കഥ കൂടി ഒരു യാതി കഥയായിപ്പോയി. വെറുതെ ഒരു ലോജിക്കില്ലാതെ കൊല്ല് തന്നെ. പക്ഷേ കിൽ എന്ന സിനിമ വേറെ ലെവലാണ്. ആ സിനിമ ഈ സിനിമയോട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കില്ല് തന്നെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മൂവിയാണ് കില്ല് വീണ്ടും കാണാൻ തോന്നുന്നു. ഇതൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഇതിലുള്ള ഒരു കൊലപാതകങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല, ഒരു ത്രില്ലിങ് വരുന്നില്ല. കില്ല് കാണുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ത്രില്ല് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ത്രില്ല് ഈ സിനിമക്കില്ല. സിനിമേൻ്റെ ക്ലൈമാക്സ് സൂപ്പറായിരിക്കുന്നു, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ക്ലൈമാക്സ്. പിന്നെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയാണ്, സെക്കൻഡ് ഹാഫ് അത്ര പോരാ. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.